മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകും. ഏക്നാഥ് ഷിൻഡെയ്ക്കും അജിത് പവാറിനും ഉപമുഖ്യമന്ത്രി സ്ഥാനമെന്നാണ് സൂചനകൾ. ചർച്ചകൾ സജീവമാക്കി മഹായുതി. ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗം എംഎൽഎമാരുടെ യോഗം ഇന്ന് വൈകിട്ട് 4-ന് മുംബൈയിൽ ചേരും. സിബി ജോസഫ് ചേരുന്നു. സിബി, കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു വ്യക്തത ഇന്ന് ഉണ്ടാകുമോ? ഷമ്മി, ഇന്നിപ്പോൾ മഹാരാഷ്ട്രയെ സംബന്ധിച്ച് ഒരു വ്യക്തത ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ബി.ജെ.പിയുടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ളത് മാത്രമല്ല 130-ലധികം ലഭിച്ച ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം ബി.ജെ.പിക്ക് തന്നെ എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തുകയാണ് ദേശീയ നേതൃത്വം. ദേവേന്ദ്ര ഫട്നാവിസിന്റെ പേര് തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. മാത്രമല്ല അതേസമയം തന്നെ ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിന് ഒരു 2.5 വർഷമെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്നൊരു ആവശ്യമാണ് ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ വൈകിട്ട് ഏക്നാഥ് ഷിൻഡെയുടെ എംഎൽഎമാരുടെ അല്ലെങ്കിൽ ഈ ശിവസേന എംഎൽഎമാരുടെ യോഗം വൈകിട്ട് ചേരുന്നുണ്ട്. ഇതിനിപ്പോൾ പ്രധാനമായും ഈ ലഡ്കി ബഹൻ അടക്കമുള്ള ഷിൻഡെയുടെ ചില ക്യാമ്പയിനും ചില പദ്ധതികളെല്ലാം നിലയിൽ വളരെയധികം ഗുണം ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം തന്നെ അജിത് പവാർ പക്ഷത്തിന്റെ യോഗവും അജിത് പവാർ പക്ഷത്തിന്റെ യോഗവും അജിത് പവാറിന്റെ വസതിയിൽ ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും തിരക്കിട്ട ചർച്ചകളാണ് മഹാരാഷ്ട്രയിലുടനീളം നടക്കുന്നത്. ഇന്ന് വൈകിട്ടോടെ ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടായേക്കും. 2 ഉപമുഖ്യമന്ത്രിമാർ ശിവസേനയ്ക്കും അതോടൊപ്പം തന്നെ ഈ അജിത് പവാറിന്റെ എൻ.സി.പി നൽകുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് ബി.ജെ.പി എത്തുന്നത്. അതായത് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയാകും എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. 2 ദിവസങ്ങളിൽ തന്നെ മഹാരാഷ്ട്രയിൽ പുതിയ മന്ത്രിസഭ അധികാരമേൽക്കണം. 2 ദിവസത്തിനകം തന്നെ മഹാരാഷ്ട്രയിൽ പുതിയ മന്ത്രിസഭ അധികാരമേൽക്കും. സിബിയാണ് വിവരങ്ങൾ നൽകിയത്.